+2 മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ മാക്സിമ ആൻഡ് മിനിമ എന്ന ടോപ്പിക്കാണ്. താരതമ്യേന ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ, അതുപോലെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ ചാപ്റ്ററാണ് ഈ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. മാക്സിമ ആൻഡ് മിനിമ. എന്താണ് മാക്സിമ ആൻഡ് മിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക്. ആദ്യമായി മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണെന്ന് നമുക്ക് നോക്കാം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഗ്രാഫ് ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. ഇതിൽ എ ബി എന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് ഈ ഫംഗ്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഈ എ ബി എന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത്. ഇതിൽ എന്തായിരിക്കും മാക്സിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിനകത്ത് ഈ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്ന ഏറ്റവും കൂടിയ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഞാനൊരു ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് എത്തുന്നത് x1 എന്ന് പറയുന്ന പോയിന്റിലാണ്. എക്കും ബിക്കും ഇടയിൽ x1 എന്ന് പറയുന്ന പോയിന്റിലാണ് ഏറ്റവും കൂടിയ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അതായത് ഈ x1 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്കറിയാം ആ ഫംഗ്ഷൻ്റെ വാല്യൂ y ആക്സിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു വാല്യൂ ആണ്. അതായത് ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എഫ് ഓഫ് x1 കിട്ടുന്നത്. y ആക്സിൽ ഇപ്പം ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോയിന്റിലാണ് ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്ന ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടുന്നത് x1ലാണ്. അപ്പോൾ x1ലായിരിക്കും ഫംഗ്ഷൻ്റെ എന്ത് കിട്ടുക, മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നത് x1 എന്ന് പറയുന്ന വാല്യൂവിലാണ്. എക്കും ബിക്കും ഇടയിലുള്ള x1 എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പോൾ വി സേ ദാറ്റ് x1 ഈസ് എ പോയിന്റ് ഓഫ് മാക്സിമം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ x1 എന്ന് പറയുന്ന വാല്യൂ ഈസ് എ പോയിന്റ് ഓഫ് മാക്സിമം. അതായത് ഈ ഫംഗ്ഷൻ്റെ ഏറ്റവും ഉയർന്ന വാല്യൂ കിട്ടുന്നത് നമുക്ക് x1ലാണ്. അപ്പോൾ അതൊരു മാക്സിമം പോയിൻ്റാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം മിനിമം വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് പരിശോധിക്കാം നമുക്ക്. ഇതിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫാണിതെങ്കിൽ നമുക്കറിയാം ഈ ചിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ ഫംഗ്ഷന് കിട്ടുന്ന പോയിൻ്റ് ഏതാണ്, ഏറ്റവും താഴെ y ആക്സിൽ വാല്യൂ കിട്ടുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടുന്ന പോയിൻ്റ് അത് ഈ പോയിൻ്റാണ്. അതായത് x1 എന്ന് പറയുന്ന എക്സിൻ്റെ വാല്യൂവിലാണ് ഇവിടെ ഫംഗ്ഷൻ ഏറ്റവും കുറഞ്ഞ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഈ കുറഞ്ഞ വാല്യൂ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. എവിടെയായിരിക്കും കുറഞ്ഞ വാല്യൂ വരുന്നത്, അതായത് ഇവിടെയാണ്. എഫ് ഓഫ് x1 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഏറ്റവും താഴെയാണ്. എഫ് ഓഫ് x1 എന്ന് പറയുന്ന വാല്യൂ അതിൽ എഫ് ഓഫ് x1 എന്ന് പറയുന്ന പോയിൻറ്റിനേക്കാളും വലിയ പോയിൻ്റാണ് ബാക്കിയുള്ളതൊക്കെ തന്നെ. ഈ എവിടെയെങ്കിലും നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ അത് ഈ എഫ് ഓഫ് x1നേക്കാളും മേലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ വാല്യൂ കിട്ടുന്ന പോയിൻ്റാണ് x1. അതായത് ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ആയിരിക്കും എഫ് ഓഫ് x1. ദഫോർ വി സേ ദാറ്റ് x1 ഈസ് എ പോയിൻ്റ് ഓഫ് മിനിമം. അതായത് x1 ഒരു മിനിമം പോയിൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നു. ഫംഗ്ഷൻ ഏറ്റവും കുറഞ്ഞ വാല്യൂ കിട്ടുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിനിമം പോയിൻ്റ്. ഇതൊരു ജസ്റ്റ് മാക്സിമം വാല്യൂ എന്താണ് അല്ലെങ്കിൽ മിനിമം വാല്യൂ എന്താണെന്ന് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യുന്ന ഏറ്റവും വലിയ വാല്യൂ, ആ ഡൊമൈനിൽ ഏറ്റവും വലിയ വാല്യൂവിനെയാണ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ വാല്യൂവിനെ അപ്പോൾ എന്ത് പറയും, മിനിമം വാല്യൂ എന്ന് പറയും. ആ പോയിൻറ്റ്സിനെ നമ്മൾ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റിനെ നമ്മൾ പറയുന്നത് പോയിൻ്റ് ഓഫ് മാക്സിമം എന്നാണ്. മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റിനെ പറയുന്നത് പോയിൻ്റ് ഓഫ് മിനിമം എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലേക്ക് ഓർത്ത് വെക്കുക. മിനിമം പോയിൻ്റ് എന്താണ്, മാക്സിമം പോയിൻ്റ് എന്താണ്, അതുപോലെ മാക്സിമം വാല്യൂ എന്താണ്, മിനിമം വാല്യൂ എന്താണ്. ഇനി നമുക്ക് അടുത്ത ഒരു ചിത്രം നോക്കാം, ഒരു ഫംഗ്ഷൻ്റെ ചിത്രം നോക്കാം. ഒന്ന് ബോർഡിൽ ശ്രദ്ധിക്കാം. ഇതിൽ
ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് പോയിൻറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കാം. അതായത് ഈ ഫംഗ്ഷൻ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഈ x1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് മുകളിലെത്തി പിന്നീട് താഴോട്ടേക്ക് വരുന്നുണ്ട്. അതുപോലെ x2ൽ മിനിമം ആണ് അല്ലേ, x2ൽ താഴെ എത്തി, പിന്നെ വീണ്ടും മാക്സിമത്തിലെത്തി, പിന്നെ ഒരു മിനിമത്തിലെത്തി, അങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയൊരു ഇൻ്റർവെൽ നോക്കുകയാണെങ്കിൽ, ഒരു ഇൻ്റർവെൽ നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു ഇൻ്റർവെൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഇൻ്റർവെല്ലിലുള്ള മാക്സിമം വാല്യൂ x1 എന്ന് പറയുന്ന പോയിൻ്റാണ്. ആ ഇൻ്റർവെല്ലുള്ള മിനിമം വാല്യൂ x2 എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഇൻ്റർവെൽ മാത്രം പരിഗണിക്കുമ്പോൾ അവിടെ കിട്ടുന്ന മാക്സിമം പോയിൻറ്റിനെ നമ്മൾ പറയുന്നത് ലോക്കൽ മാക്സിമ എന്നാണ് പറയുന്നത്. ലോക്കൽ മാക്സിമം പോയിൻ്റ്. അപ്പോൾ x1 ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം. ഇനി x2, ഈ ഒരു ചെറിയൊരു പോർഷൻ പരിഗണിച്ചാൽ നമുക്കറിയാം x2 ആണ് അതിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഭാഗം അല്ലേ. x2 എന്ന് പറയുന്ന പോയിന്റിലാണ് ഗ്രാഫ് ഏറ്റവും താഴ്ന്നിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റിന് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. ദഫോ x1 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ, x2 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. ഇതേപോലെ ഈ ഒരു പോർഷൻ പരിഗണിക്കുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കിട്ടും അല്ലേ. x3 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ ആൻഡ് x4 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഗ്രാഫിനെ മൊത്തമായിട്ട് പരിഗണിച്ചാൽ x1, x3, അതുപോലെ മാക്സിമത്തിൽ വരുന്ന മറ്റു പോയിന്റിൽ ഒന്നും വരുന്നില്ല. നമ്മൾ എടുക്കുന്നത് x1ഉം x3ഉം ആണ് പോയിൻറ്റ്സ് ഓഫ് ലോക്കൽ മാക്സിമം. അപ്പോൾ നിങ്ങൾ ഒരു ഡൗട്ട് വരുന്നത് ഈ പോയിന്റ് എന്തുകൊണ്ട് പരിഗണിച്ചുകൂടാ? ഈ പോയിന്റിൽ നമുക്കറിയാം ഈ പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റാണ്. ഈ ഗ്രാഫിൽ ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒന്നുകിൽ ഒരു മാക്സിമം പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മിനിമം പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റിൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. വി ക്യാൻ ഡ്രോ എ ടാൻജൻറ്റ് പാരലൽ ടു എക്സ് ആക്സിസ്, ദഫോർ ദാറ്റ് ഡെറിവേറ്റീവ് ഈസ് 0. ഇവിടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അതുപോലെ മിനിമം പോയിന്റിൽ 0 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും. പക്ഷേ ഈ പോയിന്റിൽ 0 ആയിരിക്കും. ഈ ഒരു പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തത്? നമുക്കറിയാം ഷാർപ്പ് എഡ്ജ് വരുന്ന ഭാഗത്ത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം വി ക്യാൻ നെവർ ഡ്രോ എ യുണീക്ക് ടാൻജൻറ്റ്. ആ ഒരു പോയിന്റിൽ നമുക്കൊരു യുണീക്കായിട്ടുള്ളൊരു ടാൻജൻറ്റ് വരക്കാൻ ബുദ്ധിമുട്ടാണ്, അത് എക്സിസ്റ്റ് ചെയ്യില്ല. ദഫോർ വി സേ ദാറ്റ് ഇറ്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ദി ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഇവിടെ ഡിഫറൻഷ്യബിൾ ആകാത്ത പോയിന്റ്. അതുപോലെ ഈ ഒരു പോയിന്റ്, അതായത് ഈ ഒരു പോയിന്റ്, ഇത് ലോക്കൽ മിനിമയാണ് അല്ലേ, പോയിന്റ് ഓഫ് ലോക്കൽ മിനിമയാണ്. ഇനി മറ്റ് 2 പോയിന്റ്സ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, x5ഉം x6ഉം. ആ പോയിന്റ്സിന് x7ഉം അല്ലേ, ആ പോയിന്റ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് ഈ മാക്സിമം ആകുന്ന പോയിന്റിൻ്റെയും മിനിമം ആകുന്ന പോയിന്റിൻ്റെയും പ്രത്യേകതകൾ, അവിടെ വരുന്ന ഗ്രാഫിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ആ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഇതൊരു മാക്സിമം പോയിന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ, പോയിന്റ് ഓഫ് മാക്സിമം ആണെന്ന് പറഞ്ഞു. ആ പോയിന്റ് ഓഫ് മാക്സിമം ആവുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗം ശ്രദ്ധിക്കുക. ഗ്രാഫ് ഇത് എന്ത് ടൈപ്പ് ഗ്രാഫായിരിക്കും? ഇതൊരു ഇൻക്രീസിങ് ഗ്രാഫാണ് അല്ലേ, ഇൻക്രീസിങ് ഗ്രാഫാണ്. Therefore, the function is increasing in this portion. Then the derivative becomes 0. That means the function attains maximum value, local maximum value. എന്നിട്ട് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ്റെ ആകൃതി നോക്ക്, ഗ്രാഫിൻ്റെ ആകൃതി താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത് അല്ലേ. അങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇത് ഡിക്രീസിങ് പോർഷനാണ്. അപ്പോൾ ആദ്യം ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. ഇൻക്രീസിങ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. ഡിക്രീസിങ് ആവുമ്പോൾ ഡെറിവേറ്റീവ് എന്തായി? നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഡെറിവേറ്റീവ് വരുമ്പോൾ ആ നടുക്ക് വരുന്ന പോയിൻ്റ് ആരായിരിക്കും? പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം ആയിരിക്കും. ഇനി ഈ ഒരു പോർഷൻ ശ്രദ്ധിക്കുക. ഇവിടെ ഈ പോയിന്റിനെ നമ്മൾ എന്താ പറഞ്ഞത്? പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ എന്ന് പറഞ്ഞു. ആ പോയിന്റിൻ്റെ പ്രത്യേകത, ആ പോയിന്റിൻ്റെ ഇടത് ഭാഗത്ത് ഗ്രാഫ് എന്തായിരിക്കും? ഡിക്രീസിങ് ആയിരിക്കും. വലത് ഭാഗത്ത് ഇൻക്രീസിങ് ആയിരിക്കും.
അതായത് ഇവിടെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ നെഗറ്റീവും വലതുഭാഗത്ത് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ പോസിറ്റീവായിരിക്കും. അപ്പോഴും നമ്മൾ പറയും ആ പോയിന്റിനെ ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. x3യുടെ ഇടതുഭാഗത്തുള്ള വാല്യൂസിലൊക്കെ തന്നെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇൻക്രീസിങ് ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷനിൽ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, ഈ ഒരു പോർഷനിൽ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. വീണ്ടും പോയിന്റ് ഓഫ് മിനിമത്തിലേക്ക് എത്തി, നമ്മൾ വീണ്ടും ഇൻക്രീസ് ചെയ്തു അല്ലേ. പോയിന്റ് ഓഫ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഈ ഒരു പോയിന്റിലുള്ള പ്രത്യേകത എന്താ, ഡെറിവേറ്റീവ് ഇതാ ഗ്രാഫ് നോക്കുക, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയി അല്ലേ. ഇവിടെ ഒന്ന് ടേൺ ചെയ്തു, അപ്പോൾ അതായത് മാക്സിമം വാല്യൂവിലുള്ള പോലത്തെ പ്രോപ്പർട്ടി ഇവിടെ നമുക്ക് ടാൻജൻറ്റ് വരക്കാൻ കഴിയും, യൂണീക്ക് ടാൻജൻറ്റ് വരക്കാൻ കഴിയും. ആ പോയിന്റിൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് 0 ആയി, പക്ഷേ വീണ്ടും മേലോട്ടേക്കാണ് പോകുന്നത് അല്ലേ. മേലോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പം ആദ്യം ഡെറിവേറ്റീവ് പോസിറ്റീവായി, പിന്നെ 0 ആയി, വീണ്ടും പോസിറ്റീവ് വന്നു. അതായത് സാധാരണ ഇവിടെയുള്ള പ്രത്യേകത എന്താ, ഈ ഭാഗത്തൊക്കെ ഉള്ളത് പോസിറ്റീവായി, ഡെറിവേറ്റീവ് പോസിറ്റീവായി, 0 ആയി, പിന്നെ നെഗറ്റീവായി. പക്ഷേ ഇവിടെയോ, ഈ പോയിന്റിലോ പോസിറ്റീവ് ആവുന്നു, 0 ആവുന്നു, വീണ്ടും പോസിറ്റീവ് ആവുന്നു. അപ്പോൾ നോ ചേഞ്ച് ഇൻ ദി വാല്യൂ ഓഫ് ദി ഡെറിവേറ്റീവ്, ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അറ്റ് ദിസ് പോയിന്റ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ പോസിറ്റീവായി, 0 ആയി, വീണ്ടും പോസിറ്റീവായി, നോ ചേഞ്ച് ഇൻ ദി വാല്യൂ ഓഫ് ദി ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിനെ നമ്മൾ പറയുന്നത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു പോയിന്റ് ഈ ഗ്രാഫിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്, ഇതാ ഇവിടെയുണ്ട്. അതായത് ഇവിടെ താഴോട്ടേക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് എന്തായി, നെഗറ്റീവാണ്, പിന്നെ 0 ആയി, വീണ്ടും നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് 0 നെഗറ്റീവ് തന്നെ, അത് നെഗറ്റീവിന് പോസിറ്റീവ് ആയില്ല, നെഗറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, ഈ പോയിന്റിനെ ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇപ്പോൾ 2 പോയിന്റ്സ് ഉണ്ട് ഇവിടെ, x6ഉം x7ഉം. ആ 2 പോയിന്റ്സിലും ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിലുള്ള അതേ ഡെറിവേറ്റീവിൻ്റെ സൈൻ തന്നെയാണ് നമുക്കിവിടെ റൈറ്റിലും കിട്ടുന്നത്, പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്, ഇവിടെ നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ഈ പോയിന്റ്സിനെ നമ്മൾ പറയുന്ന പേര് പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നാണ്. അതേപോലെ ഇപ്പോൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമ, പോയിന്റ്സ് ഓഫ് ലോക്കൽ മിനിമ, ആൻഡ് പോയിന്റ് അറ്റ് വിച്ച് ദി ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ, ആൻഡ് പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇനി 2 അറ്റം നോക്കുക, ഇത് ഈ ഒരറ്റവും ഈ ഒരറ്റവും, 2 എൻ പോയിൻറ്റും സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻ പോയിൻറ്റും അല്ലേ. ആ 2 പോയിൻറ്റിലും നമുക്ക് ചിലപ്പോഴും മാക്സിമോ മിനിമോ വാല്യൂസ് കിട്ടാം അല്ലേ. അത് കൂടി നമ്മൾ എടുത്തിട്ട് കണ്ടുപിടിക്കുന്ന മാക്സിമമാണ് അബ്സല്യൂട്ട് മാക്സിമം. അതായത് ഏറ്റവും വലുത്, ഇത് ഈ മൊത്തത്തിലുള്ള ഗ്രാഫിൽ ഏറ്റവും വലിയ വാല്യൂ കിട്ടുന്ന പോയിൻറ്റിനെയാണ് അല്ലെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുക. അതുപോലെ അതിൽ ഏറ്റവും ചെറുതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സല്യൂട്ട് മിനിമം. അതായത് 2 അറ്റത്തുള്ള പോയിൻറ്റ്സും കൂടി കൺസിഡർ ചെയ്തിട്ട് അതിലേറ്റവും ചെറുതിനെയാണ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഏറ്റവും വലുതിനെ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ എന്ന് പറയും. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലോക്കൽ മാക്സിമം എന്താ, ലോക്കൽ മിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, ഇൻഫ്ലക്ഷൻ, പോയിൻറ്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ തന്നെ നമുക്ക് കിട്ടും. ഇനി ഇത്തരം പോയിൻറ്റ്സിനെ, അതായത് ഒന്നുകിൽ ഡെറിവേറ്റീവ് 0 ആവുന്നു, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള പോയിൻറ്റ്സിനെ നമ്മൾ പറയുന്ന പേര് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്നാണ്. Therefore, critical points means the points at which the value of the derivative is equal to 0 or the value does not exist. ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ 0 ആവുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, x1 മൊത്തത്തിൽ പറയുന്ന പേരാണ്, x1 x2 x3 x4 x5 x6 x7 x8. ഇതൊക്കെ തന്നെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ്. ഈ പോയിൻറ്റ്സിലൊക്കെ തന്നെ ഡെറിവേറ്റീവ് 0 ആകുന്നുണ്ട്, അല്ലെങ്കിലോ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം നമുക്ക് അടുത്ത മാക്സിമം മിനിമ അപ്ലൈ ചെയ്യുന്ന ചോദ്യങ്ങളിൽ നമുക്കിതൊക്കെ ഓർത്ത് വെക്കേണ്ടി വരും. അതുപോലെ 2 ടെസ്റ്റ് നമ്മളിവിടെ പറയുന്നുണ്ട്.
അതായത് ഡെറിവേറ്റീവ് ടെസ്റ്റ്, മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ള 2 ടെസ്റ്റുകളെ നമ്മളിവിടെ പരിചയപ്പെടുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും രണ്ടാമത്തത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും. നമുക്കത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിനുള്ള ഒരു പോയിൻ്റ് അതൊരു മാക്സിമം പോയിൻ്റ് ആണോ അല്ലെങ്കിൽ അതൊരു മിനിമം പോയിൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അതായത് ഒരു ഗ്രാഫ് നമ്മൾ വരക്കുമ്പോൾ അതിലുള്ള ഈ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമുക്ക് മാക്സിമം പോയിൻ്റ് ആണോ മിനിമം പോയിൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റ്സ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സിൽ മാക്സിമം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിൻറ്റ്സിലാണ് നമ്മൾ ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം നമുക്ക്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ നമ്മൾ ആദ്യം ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. സപ്പോസ് യു ആർ ഗിവൺ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം പോയിൻറ്റ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ മിനിമം പോയിൻറ്റ്സ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ലോക്കൽ മാക്സിമം പോയിൻറ്റ്സ് ആൻഡ് ലോക്കൽ മിനിമം പോയിൻറ്റ്സ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. എഫ് ഡാഷ് എക്സ് കാണുന്നു. ഈ എഫ് ഡാഷ് എക്സ് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് ആദ്യം. അപ്പോൾ എഫ് ഡാഷ് എക്സ് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. സപ്പോസ് എക്സ് ദി സൊല്യൂഷൻ, എക്സിൻ്റെ വാല്യൂസ് നമുക്ക് എ, ബി 2 വാല്യൂ കിട്ടുന്നിരിക്കാം. 2 വാല്യൂ കിട്ടുന്നു. എഫ് ഡാഷ് എക്സ് 0ലേക്ക് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എക്സിന് നമുക്ക് 2 വാല്യൂ കിട്ടുന്നു, എയും ബിയും. ഇനി ഈ എയും ബിയും മാക്സിമം പോയിൻ്റ് ആണോ അല്ലെങ്കിൽ മിനിമം പോയിൻ്റ് ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? നേരത്തെ നമ്മൾ ഗ്രാഫ് നോക്കിയപ്പോൾ ഒന്നുകൂടി നമുക്ക് ആ ഗ്രാഫ് ഒന്ന് പരിശോധിക്കാം. ഗ്രാഫ് നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഈ ചിത്രത്തിൽ x1 എന്ന് പറയുന്നത് ഒരു മാക്സിമം പോയിൻ്റാണ്. നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ അറിയാം മാക്സിമത്തിൽ എത്തുന്ന ഒരു പോയിൻ്റാണ് x1 അല്ലേ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്താ സംഭവിക്കുന്നത്? ഗ്രാഫ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് അല്ലേ. ഇപ്പോൾ ഡെറിവേറ്റീവ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. റൈറ്റ് സൈഡിലോ നെഗറ്റീവ് ആയിരിക്കും, അതായത് ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ആദ്യം ഈ പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നു. എഫ് ഡാഷ് എക്സ് 0ലേക്ക് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് ഒന്നുകിൽ മാക്സിമം പോയിൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ മിനിമം പോയിൻ്റ് ആയിരിക്കും. ഇനി ആ പോയിൻറ്റ്സ് ഒക്കെ തന്നെ മാക്സിമം പോയിൻ്റ് ആണോ മിനിമം പോയിൻ്റ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ആ പോയിൻറ്റിൻ്റെ തൊട്ട ലെഫ്റ്റ് ഭാഗത്ത്, അതായത് നെയ്ബർഹുഡിൽ തന്നെയുള്ള ഒരു വാല്യൂ എടുക്കുന്നു, എക്സിൻ്റെ വാല്യൂ, ഡൊമൈനിലുള്ള വാല്യൂ. അവിടെ നമ്മൾ ആ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ആ പോയിൻറ്റിൽ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതായത് എഫ് ഡാഷ് എക്സിൽ ആ പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ആ വാല്യൂ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക, പോസിറ്റീവാണ്. ഇനി തൊട്ട് റൈറ്റിലുള്ള ഒരു വാല്യൂ എടുത്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് നെഗറ്റീവാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ഈ x1 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള വാല്യൂസിൽ ഡെറിവേറ്റീവ് പോസിറ്റീവും റൈറ്റിലുള്ള വാല്യൂസിൽ ഡെറിവേറ്റീവ് നെഗറ്റീവും ആയാൽ ഫംഗ്ഷൻ ഈ പോയിൻറ്റിൽ മാക്സിമം വാല്യൂവിൽ എത്തുന്നുണ്ടെന്ന് അർത്ഥം. ഇനി ലെഫ്റ്റ് സൈഡിലുള്ളൊരു വാല്യൂവിൽ ഡെറിവേറ്റീവ് നെഗറ്റീവും റൈറ്റിലുള്ളൊരു വാല്യൂവിൽ ഡെറിവേറ്റീവ് പോസിറ്റീവായിട്ട് കിട്ടിയാൽ ആ പോയിൻ്റ് എന്ത് പോയിൻ്റ് ആയിരിക്കും? ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം. അപ്പോൾ നമ്മൾ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഡെറിവേറ്റീവ് കാണുന്നു, ഫംഗ്ഷൻ എടുക്കുന്നു, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു, 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 വാല്യൂ. സപ്പോസ് ദേ ആർ എ ആൻഡ് ബി. ഇനി എ എടുക്കുന്നു, എയുടെ തൊട്ട് ലെഫ്റ്റിലുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇപ്പം നമ്മൾ A2 ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. 2ൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 1.999 അല്ലേ, അങ്ങനെ ഒരു വാല്യൂ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ വാല്യൂ ഡെറിവേറ്റീവിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡെറിവേറ്റീവിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആക്ച്വലി എ ഇപ്പോൾ 2 ആണെങ്കിൽ നമ്മൾ 1.99 എടുത്തെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഫ് ഡാഷ് 1.999 ഈ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ വാല്യൂ നമുക്ക് നെഗറ്റീവായിട്ടും
എഫ് ഡാഷ് എയുടെ 2ൻ്റെ തൊട്ട റൈറ്റിൽ എന്ന് പറഞ്ഞാൽ 2.001 ഈ വാല്യൂ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നത് വിചാരിക്കാം. അപ്പോൾ പോസിറ്റീവായിട്ട് ഇത് നെഗറ്റീവും പോസിറ്റീവാണ്. അപ്പോൾ 2 എന്ന് പറയുന്ന വാല്യൂവിനെ പറ്റി നമുക്ക് എന്ത് പറയാം? സപ്പോസ് എ ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന വാല്യൂവിനെ പറ്റി എന്ത് പറയാം? ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ, അല്ലേ? ലെസ് ദാൻ 0 എന്നല്ലേ നമുക്കിവിടെ കിട്ടിയത്? നെഗറ്റീവും പോസിറ്റീവ്. ഇപ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോകും. അപ്പോൾ നമുക്ക് ആ പോയിൻറ്റിന് എന്ത് പറയാം? 2 എന്ന് പറയുന്ന പോയിൻറ്റിന് എന്ത് പറയാം? ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമ. അതായത് A2ലുള്ള ടെസ്റ്റിനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. A = 2 ആണെങ്കിൽ ഇങ്ങനെയാണ്. ഇനി അഥവാ ഇത് പോസിറ്റീവും എഫ് ഡാഷ് 1.99 പോസിറ്റീവും എഫ് ഡാഷ് 2.001 നെഗറ്റീവ് ആണെങ്കിൽ ആ പോയിൻറ്റിനെ പറ്റി 2നെ പറ്റി നമുക്ക് എന്താ പറയുക? ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഇത് മാക്സിമം പോയിൻ്റ് ആണോ അല്ലെങ്കിൽ മിനിമം പോയിൻ്റ് ആണോ? ഏതാ ടെസ്റ്റ് ഇത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമയാണോ അതോ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമയാണോ എന്ന് തിരിച്ചറിയും. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ നേരത്തെ പോലെ തന്നെ നമ്മൾ ഫംഗ്ഷൻ കിട്ടുന്നു. നമുക്ക് എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ എടുക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളുടെ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കും. നേരത്തെ അതേപോലെ തന്നെ എഫ് ഡാഷ് എക്സ് 0ലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് നോക്കാം. എക്സ് ഈക്വൽ ടു സം x1 x2 രണ്ട് വാല്യൂ കിട്ടുന്നു വിചാരിക്കുക. രണ്ട് വാല്യൂ x1ഉം x2. ഇനി ഈ രണ്ട് പോയിൻറ്റ്സ് മാക്സിമം പോയിൻ്റ് ആണോ അതോ മിനിമം പോയിൻ്റ് ആണോ നമ്മൾ തിരിച്ചറിയാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ ചെയ്യുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ആദ്യം ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എഫ് ഡാഷ് എക്സ് കിട്ടുന്നത്. വീണ്ടും അതിനെ ഒന്നുകൂടി നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. അതായത് എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. ആ എഫ് ഡബിൾ ഡാഷ് എക്സിൽ എക്സിന് നമ്മൾ ഈ വാല്യൂസ് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ എടുത്തത് എ ബി എന്നായിരുന്നു, അല്ലേ? നമുക്ക് എ ബി എന്ന് തന്നെ കൊടുക്കാം. വാല്യൂ എക്സിൻ്റെ വാല്യൂസ് എ ബി എന്ന് തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ എ എന്താണ്? ഏത് ടൈപ്പ് പോയിൻ്റ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡാഷ് എക്സിൽ എക്സിന് പകരം എ കൊടുക്കും. അതായത് എഫ് ഡാഷ് എ കണ്ടുപിടിക്കുന്നു. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ എ എന്ന് പറയുന്ന പോയിൻ്റ് ഒരു പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ പോയിൻ്റ് ഓഫ് ലോക്കൽ മിനിമം ആയിരിക്കും. ഇനി നെഗറ്റീവ് ആണെങ്കിൽ എഫ് ഡാഷ് ഡബിൾ ഡാഷ് എ നെഗറ്റീവ് ആണെങ്കിൽ പോയിൻ്റ് ഓഫ് ലോക്കൽ മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. എഫ് ഡബിൾ ഡാഷ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പം എ എന്താണ്? മിനിമം പോയിൻ്റാണ്. പോസിറ്റീവ് ആകുമ്പോൾ എ എന്താണ്? മിനിമമാണ്. അത് നമുക്ക് എപ്പോഴും മാറിപ്പോവാൻ സാധ്യതയുള്ളതാണ്. അത് പക്ഷേ റീസൺ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാറിപ്പോവില്ല. നമ്മൾ എങ്ങനെയാണ് എ മിനിമം പോയിൻ്റ് ആവുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ തിയറി പാർട്ടൊന്ന് ശരിക്കും മനസ്സിലാക്കുക. എഫ് ഡബിൾ ഡാഷ് എ എന്നത് പോസിറ്റീവ് ആണെങ്കിൽ എ എന്ന് പറയുന്ന പോയിൻ്റ് എന്തായിരിക്കും? മിനിമം പോയിൻ്റ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ എ എന്ന് പറയുന്ന പോയിൻ്റ് എന്ത് പോയിൻ്റ് ആയിരിക്കും? മാക്സിമം പോയിൻ്റ് ആയിരിക്കും. അത് രണ്ടും നന്നായിട്ട് ഉറപ്പിച്ച് പഠിക്കണം. മാക്സിമം പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി ഇതിനകത്ത് അഥവാ ഈ വാല്യൂ നമുക്ക് എഫ് ഡബിൾ ഡാഷ് എക്സ് 0 ആയിപ്പോന്ന് വിചാരിക്കുക. അതായത് നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമല്ലോ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് നമ്മൾ പറയും ഫംഗ്ഷൻ ഈ ടെസ്റ്റ് ഫെയിൽ ചെയ്തു. സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ടെസ്റ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ഫസ്റ്റ് ഡെറിവേറ്റീവും അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവോ 0 ആകുന്ന കേസിൽ 0 ആയി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടെസ്റ്റ് അപ്ലിക്കബിൾ അല്ല എന്ന് പറയും. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്ക് ആദ്യം പറ്റുമെങ്കിൽ ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് സൗകര്യം. ഇനി ഇത് ഫെയിലാകുന്ന കേസിൽ നമ്മൾ എന്ത് നോക്കണ്ടു? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്
കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ്. ഈ ഒരു ടെസ്റ്റാണ് നമ്മൾ പല പ്രോബ്ലത്തിലും അപ്ലൈ ചെയ്യുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മളെ ക്വസ്റ്റ്യൻസിൽ മൊത്തം എക്സസൈസുള്ള മിക്കവാറും ക്വസ്റ്റ്യൻസിൽ നമ്മൾ കൊടുക്കുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ സ്റ്റെപ്സ്: ആദ്യം ഫംഗ്ഷൻ എടുക്കുന്നു, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു, ഡെറിവേറ്റീവ് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു, അപ്പോൾ പോയിൻറ്റ്സ് കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഓരോരോ പോയിൻ്റായിട്ട് നമ്മൾ കൊടുക്കുന്നു. വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ആ പോയിൻ്റ് എന്തായിരിക്കും? മിനിമം പോയിൻ്റ് ആയിരിക്കും. വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം പോയിൻ്റ് ആയിരിക്കും. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ നന്നായിട്ട് ഈ രണ്ട് ടെസ്റ്റും മനസ്സിലാക്കുക. അതിൽ ഇതാണ് ഇമ്പോർട്ടൻറ്റ്, സെക്കൻഡാണ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് നമ്മൾ വളരെ റെയറായിട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിലാകുന്ന കേസിലേ ഫസ്റ്റ് ഉപയോഗിക്കാറുള്ളൂ. അപ്പം പ്രോബ്ലത്തിലൊക്കെ തന്നെ നമുക്ക് കൊടുക്കേണ്ടത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ്.